പരീക്ഷ കഴിഞ്ഞ് പരീക്ഷയല്ല ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടില്ലേ എന്ന് പറയണേ. അപ്പോഴേ നമ്മുടെ മോളിക്ക് നോക്ക്, മോളിക്ക് നോക്കി നോക്ക്, കണ്ടോ? കാണില്ല. നമ്മുടെ മോളിലിതാ കണ്ടോ? അങ്ങനെ നോക്കിയേ. നമ്മൾ വണ്ടി നിർത്താൻ വേണ്ടിയിട്ട് ഷെഡ് ഉണ്ടാക്കിട്ടോ. നമ്മൾ വണ്ടി മഴയത്തല്ലേ കടന്നിരുന്നത്, അപ്പോൾ ഒരു ഷെഡ് ഉണ്ടാക്കിയേ. ഇതാ ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ പച്ചനെറ്റ് ഇട്ടിട്ട് ഇവിടെ മറയ്ക്കും കേട്ടോ. ഇവിടെ ഇങ്ങനെ വേറൊരു ടാർപ്പായ എടുത്തിട്ട് ഇവിടെയും മറയ്ക്കും. കാരണം എന്താ, ഇത് എങ്ങനത്തെ ഷീറ്റാണെന്നറിയോ? അതാണ്ട കണ്ടോ, അങ്ങനത്തെ ഒരു ഷീറ്റില്ലേ, ഈ വെള്ളമൊക്കെ വീഴുമ്പോൾ ടക്ക് ടക്ക് ടേ പറഞ്ഞിട്ട് എന്താ തകര ഷീറ്റ്. എന്താ അണ്ടി വണ്ടി ഇതാണ് ഇപ്പം അതിൽ ചിലവ് കുറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉള്ളൂ, വേറെ ഏതും ഇല്ല. 2 കൊല്ലം നിന്ന് കിട്ടിയാലും പോരേന്ന്. അപ്പക്ക് നമ്മള് വണ്ടി കൊടുക്കും, അതല്ലേ ഏട്ടാ ഉദ്ദേശിച്ചത്? വണ്ടി പതുവരെ എത്തിയല്ലേ അല്ലേ? 2 കൊല്ലം എത്തട്ടെ. അപ്പൊ നേരെ പാട്ടുപാട് സുകന്യെ, പാട്ട് കച്ചേരിയും തുടങ്ങാൻ വെക്ക്. സുകന്യ അച്ചു നീ പൊക്കോ, നിന്നെ കൊണ്ട് മേമയ്ക്ക് ഒരു ഉപകാരം ഉണ്ടായിനെ. സന്തോഷത്തില് ഇത് ഈ പാട്ട് അടക്കമുള്ള ഒരു ട്രാപ്പാണ്, അതുകൊണ്ടാണ് പാട്ടൊക്കെ പാടിയിട്ട് വിളിക്കുന്നത്. പരിപാടിയാണ് ഇത്. അനിയേട്ടൻ്റെ ടൂൾസിൻ്റെ പെട്ടിയാണ് കേട്ടോ, മരപ്പണിയുടെ. ഇത് നമ്മൾ ഇവിടെ ഈ വീട്ടിൽ നമ്മൾ വെച്ചിരുന്നത് എങ്ങനെയാണെന്നറിയോ? അപ്പോൾ ഇങ്ങോട്ട് നമ്മൾ പണിയെടുക്കാൻ തുടങ്ങിയപ്പോൾ അല്ലേ, അവിടെ പെയിൻ്റ് അടി തുടങ്ങിയപ്പോൾ അത് ഇങ്ങോട്ട് എടുത്തിട്ടു കേട്ടോ. ഇവിടെയൊക്കെ ഞാൻ മിഞ്ഞാന്ന് അടിച്ച് കോരി വെച്ചതാണ്, പിന്നെയും ഉണ്ട്. അപ്പോൾ അതൊക്കെയുണ്ട്. ഇപ്പം എന്തായി കാണുമ്പോൾ, എന്താ വീടിൻ്റെ വലിപ്പം വന്നു കേട്ടോ. ഇത് വീടൊന്നും കൂടി വലുപ്പമായി. ഇത് എത്ര വർഷമായി എന്നറിയോ നമ്മളിങ്ങനെ ഒരു ഷീറ്റ് ഇടണമെന്ന് വിചാരിച്ചിട്ട് അല്ലേ? ടാർപ്പായ കെട്ടിയിട്ട് ഏയ് കുറച്ചും കൂടി. ഇനി 2 ബൈക്കും വെക്കാം. മതിയെന്നാ കണ്ടോ? ഇനി നമുക്ക് 2 ഓട്ടോ നിർത്തി വെച്ചാൽ 2 ഓട്ടോ നിർത്താം അല്ലേ? ഓട്ടോ നിർത്തി വെച്ചാൽ 2 ഓട്ടോ നിർത്താം കേട്ടോ. ബൈക്കാണ് പറഞ്ഞാൽ 1 2 അങ്ങനെ. ഇനി ഇവിടെ നമുക്കില്ലേ, ഇനി വെള്ളം വരാൻ പറ്റാത്ത രീതിയിൽ ഇവിടെ ഇങ്ങനെ ചാല് കയറിയിട്ട് ഇങ്ങോട്ട് മണ്ണിടണം കേട്ടോ. അതേപോലെ ചാല് ഇത് കൂടെ ഇങ്ങനെ വെക്കണം. വിമാനം എങ്ങനെ കാണാനാണ് ഇത്ര ദൂരമുള്ളത്? കാണുന്നുണ്ടോ വിമാനം? കിട്ടിയോ? കാണുന്നില്ല. കിട്ടി? എന്താ എൻ്റെ അമ്മ എപ്പോഴും പറയും, അമ്മൂന് പോകാനുള്ള യോഗ ഉണ്ടാവട്ടെ പറഞ്ഞിട്ട്. പിന്നല്ലേ എനിക്ക് ഈ വണ്ടീനെ പറ്റിയും കൂടി പറയാം കേട്ടോ. ഇത് നമ്മൾ നല്ല രീതിയിൽ ബുദ്ധിമുട്ടി വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്ത് എൻ്റെ അമ്മ പണിയെടുക്കണ വീട്ടിലെ വണ്ടിയായിരുന്നു ഇത്. എന്തിൻ്റെ വണ്ടിയാണെന്നറിയോ? ലോഡ് കൊണ്ടുപോകണ ഓട്ടോയായിരുന്നു കേട്ടോ. ലോഡ് കൊണ്ടുപോകണം. അപ്പോൾ അനിയേട്ടനെ ഓട്ടോ കൊടുത്തു കഴിഞ്ഞ് വെച്ചാൽ അനിയേട്ടനെ ഓടുമല്ലോ എന്ന് പറഞ്ഞിട്ട് അമ്മ അങ്ങനെ വാങ്ങിയ വണ്ടിയാണ് കേട്ടോ. സത്യം പറയാച്ചാൽ ഈ വണ്ടി ഭയങ്കര രാശിയുള്ളൊരു വണ്ടിയാണ്. നല്ല രീതിയിൽ പറയാലോ, ഈ വണ്ടി ഭയങ്കര രാശിയാണ്. എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്, നമ്മുടെ കുറേ ബുദ്ധിമുട്ടുകളിലേട്ടാ തീർത്ത് തന്നൊരു വണ്ടി. നമുക്ക് ഓരോന്നിനും ഓരോ രാശി എന്ന് പറയില്ലേ? ചിലർ പറയും വീടിന് രാശിയുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ മക്കൾക്ക് രാശി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ വീട് കയറിയ മുതൽ നമുക്ക് അന്നന്നത്തേക്കുള്ളത് എങ്ങനെയായാലും നമുക്കിത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇന്നും തന്നെ നമ്മൾ പറയുക ഇത് കുട്ടപ്പനാക്കി നിർത്തിയിരുന്നു. കാരണം ഇത് എങ്ങനെയാണെന്നറിയോ, ഇതിൻ്റെ അടിയത്തെ ഈ ഷീറ്റ് പോലത്തെ ഈ സംഭവമൊക്കെ അങ്ങനെ അങ്ങനെ ഓട്ടോയിട്ട് നമ്മൾ വിചാരിച്ചു, ഭഗവാനെ ഇതിന് നേരെയാക്കാൻ പറ്റില്ലേ, ഇനി ഇതിങ്ങനെ തന്നെ കിടക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ ദൈവത്തിൻ്റെ ഒക്കെ ഒരു അനുഗ്രഹം കൊണ്ട് ഈ വണ്ടി നേരേക്കിതാ ഇന്ന് നമ്മുടെ മുമ്പിൽ ഇതാ കുഞ്ചൂസ് ഫാമിലി ആയിട്ട് നിൽക്കണു അല്ലേ? ആദ്യം ഇത് കീർത്തനായിരുന്നു, നമ്മുടെ പഴയ കീർത്തനം പഴയ വീഡിയോയിൽ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ വെച്ചാൽ അറിയാം. ഇവിടെ അതിൻ്റെ കീർത്തനത്തെ കീ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. കീർത്തനം എന്നായിരുന്നു ഇതിൻ്റെ ഈ സൈഡിൽ അവരുടെ ഫോൺ നമ്പർ ഉണ്ടായിരുന്നു അല്ലേ? നമുക്ക് തരുമ്പോൾ നമ്മൾ അതാ പറയുന്നത്, 1 രൂപ നമ്മൾ ആദ്യം കൊടുക്കാതെ നമ്മളെ വിശ്വസിച്ച് തന്നൊരു വണ്ടിയാണ് കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റില്ല. സത്യം. നിങ്ങളതും കൊണ്ട് അത് ചിലത് പറയില്ലേ, നമുക്ക് തരുമ്പോൾ
അവരുടെ മനസ്സാണോ അല്ലെങ്കിൽ നമ്മുടെ ഇതാണോ എന്നറിയില്ല. തന്നു കഴിഞ്ഞാൽ നമുക്കൊരു രാശിയാന്ന് പറഞ്ഞില്ലേ. ചില ആൾക്കാർ പറയല്ലേ പൈസ എടുത്തിട്ട് മതി വണ്ടി കൊണ്ടുപോകാന്ന്. അത് ഓടിച്ചോട്ടെ, കുട്ടികളല്ലേ, അവർക്ക് 3 കുട്ടികളല്ലേ, അതും കൊണ്ട് ഒരു വരുമാനം കിട്ടുക വെച്ചാൽ കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് തന്ന വണ്ടിയാണ്. അതിന്നിങ്ങനെ ഇതിലിങ്ങനെ നിൽക്കുമ്പോൾ ഇതാ കണ്ടോ, ഈ 3 എങ്ങനെ പറയുക കുഞ്ചൂസ് ഫാമിലി ആയിട്ടും യൂട്യൂബ്, ഫേസ്ബുക്ക്, അതേപോലെ ഇൻസ്റ്റയൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ ശരിക്കും സത്യം ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. നമ്മൾ ഏതൊക്കെ ഇല്ലേ ഈ വണ്ടി കൊടുത്താലും ഈ ഒരു വണ്ടി നമ്മൾ കൊടുക്കില്ല കേട്ടോ. ഈ വണ്ടി കൊടുക്കില്ല, ഈ വണ്ടി ഇതൊക്കെ കൊടുക്കുകയാണെങ്കിൽ എപ്പോഴാണ് കൊടുക്കുന്നത്? കാരണം ഇനി അത് കൊടുത്തിട്ട് കാര്യമില്ല കേട്ടോ. അത് എത്ര വർഷം പഴക്കമായി, ഇനിയൊക്കെ ഇനി കേട് 15 വർഷം കഴിഞ്ഞിട്ടല്ലോ. 15 വർഷം കഴിഞ്ഞിട്ടല്ലോ. അമ്മൂട്ടിക്ക് എന്താ ഒരു 2 വയസ്സ് കഴിഞ്ഞിട്ടൊക്കെ എടുത്തതല്ലേ ഇത്. ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്രയായി? 6 മാസം കൂടി ആയിട്ടില്ല. അപ്പോൾ അതാണ് പറയണത്. ഇതെനിക്ക് എപ്പോഴും ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളൊരു വണ്ടി നമ്മുടെ ഈ ഓട്ടോയാണ് കേട്ടോ. അതെന്താണെന്ന് പറയുന്നത്, മനസ്സിന് ഭയങ്കര പിടുത്തമുള്ളൊരു വണ്ടിയാണ്. ഇത് പറയുമ്പോൾ ചില ആൾക്കാർ വിചാരിക്കും എന്താ വിളി ഇങ്ങനെ പറയുന്നത്. പക്ഷേ ചില സമയത്തില്ലേ നമ്മുടെ ഒരു ജീവിത മാർഗം, അതേപോലെ തന്നെ പെട്ട് കിടക്കുമ്പോൾ ഒരു കച്ചിത്തുരുമ്പ്, ജീവിക്കാനുള്ള ഒരു കച്ചിത്തുരുമ്പ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു പിടിവള്ളിയാണ് അത്. ആ ഒരു കച്ചിത്തുരുമ്പാണ് കേട്ടോ അത്. ഇത് ഞാൻ എപ്പോഴും പറയാൻ ഏട്ടനടുത്ത് ഇത് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നാലും ഇത് മാത്രം നമുക്ക് കൊടുക്കരുത് കേട്ടോ ഏട്ടാണ്. കാരണം അത്രയും എൻ്റെ അമ്മയുടെ കഷ്ടപ്പാടും ഉണ്ട് അതിൽ ഇല്ലേ. അത്രയും എൻ്റെ അമ്മയുടെ കഷ്ടപ്പാടുണ്ട് കേട്ടോ. അതുകൊണ്ടൊക്കെയാണല്ലോ നിൽക്കുന്നത് അത്ര. കാരണം നമ്മളിങ്ങനെ എന്ത് വിഷമം ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മൾ ഫസ്റ്റ് ആരോടെ പറയാം? നമ്മുടെ അമ്മയുടെ അടുത്തല്ലേ പറയാം അമ്മയ്ക്ക് അങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ചെറിയൊരു വിഷമം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ അറിഞ്ഞ് തന്നതാണ്. എന്തേ സുകന്യേ കുഴിമന്തി കൊണ്ടുവരണ്ടോ? എന്തെന്ന് സന്തോഷത്തിന് എൻ്റെ വകയുണ്ടോ? ചോറ് വെക്കാം നമുക്ക്. ചോറ് വെച്ചോളൂ. ചോറ് വെക്ക എന്താ, ചോറിലങ്ങൾ സന്തോഷിക്കുക. ഞാൻ വെറുതെ പറയണേ. ഉണ്ടാവും റംബൂട്ടാൻ പ്രായമായി വരുന്നല്ലോ. ഇത് നമുക്ക് മഴയാണ് കേട്ടോ. മഴ പെയ്തിട്ട് അളി പുളിയെന്നായി കിടക്കുകയാണ്. അപ്പം അത് കോരി എടുക്കാൻ പറ്റില്ല, ഒന്ന് വെയിലാവട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. ഇത് മഴയില്ല, അത് ഓലയാണ്. അതല്ല, മഴ പെയ്തിട്ട് കണ്ടല്ലേ ഓലയുടെ ഒക്കെ. ഇത് മഴയാണ്, ഇത് മഴയില്ല, ഓലയാണ്. എന്നെ ഇന്ന് അനിയേട്ടനില്ലേ ഫുള്ളും എന്നെ ഇങ്ങനെ ചൊറിയണുണ്ട്. അപ്പോൾ ഇതിലേ കൈയിട്ട് വാരി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ഇഴജന്തുക്കൾ ഉണ്ടാവും. നല്ല വെയിലൊക്കെ വന്നു കഴിഞ്ഞാൽ തട്ടി കുടഞ്ഞിട്ട് എടുത്ത് കൊണ്ടിടാനേ പറ്റുള്ളൂ. അതാണ് അത് അവിടെ ഇങ്ങനെ കിടക്കുന്നത്. ഇതാണ്ടോ, ഇത് നമ്മുടെ മക്കൾക്കില്ലേ അവർക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ ചെടിയാണ് കേട്ടോ. ആ കിച്ചുവിൻ്റെ ആണിത്. ഇത് കൊക്കോ ചെടി അത്രേ. എന്തിനാ കിച്ചു കിട്ടി? വെറുതെ. നാളെ ഇന്ന് എന്താ വെച്ചേ? ജൂൺ 5-ാം തീയതി എന്താ ലോക പരിസ്ഥിതി ദിനല്ലേ? ആണോ? അതെ. അപ്പോൾ ഇതാണ്ടോ എല്ലാവർക്കും ചെടി കിട്ടിയിരിക്കണത്. വല്ലാത്ത സാധനങ്ങൾ. അപ്പോൾ ഇത് കുഞ്ഞുണ്ണിക്കും കിട്ടിയിരിക്കണേ. ഇത് എന്താ ഇതാത്രേ. ഇതെന്താന്ന് പറഞ്ഞ കൊക്കോപ്പഴത്തിൻ്റെ കൊക്കപ്പഴ നീളത്തിൽ പൂലേ കുഴിച്ചിരുന്നോ ഏട്ടാ? എന്താ പറയാ? അല്ല, ഏലമംഗലം. ഏലമംഗലം, അതെ ഏലമംഗലം. ഇത് ഏലമംഗലം. ഇതാ ബിരിയാണി ഉണ്ടാക്കുമ്പോ അതിലിടുന്ന ഇലല്ലേ? കറിവേപ്പിൻ്റെ ഉപകാരമായിരുന്നു. കറിവേപ്പിൻ്റെ ഇല കിട്ടിയാൽ മതിയായിരുന്നു. ആല് വെക്കാൻ പാടില്ല. ആല് വെക്കാൻ പാടില്ല. അപ്പൊ ഇതാട്ടോ ഇത് നോക്ക് കിടക്കുന്നത്. ഏട്ടാ, നമ്മുടെ അച്ഛൻ നമ്മുടെ ഉമ്മർത്ത് നിൽക്കണ പറങ്കിമൂച്ചി ഇല്ലേ ചെറുത്, നമ്മുടെ ഉമ്മർത്ത് നിൽക്കണ പറങ്കിമൂച്ചി ഇതേപോലെ അച്ഛൻ ജൂൺ 5-ാം തീയതി വെച്ചതാ. ഓർമ്മ ഉണ്ടോ? ജൂൺ 5-ാം തീയതി വെച്ചതാ. അത് നമ്മുടെ ആ ഉമ്മർത്ത് നിൽക്കണ പറങ്കിമൂച്ചി. ആ പറങ്കിമൂച്ചിയേ, കശുവണ്ടി. എൻ്റെ അമ്മോ, അച്ഛൻ അന്ന് അവിടെയും വെച്ചു കേട്ടോ. ആ റോട്ടിലും വെച്ചു. പിന്നെ റോട്ടിൽ വെച്ചതൊന്നും ഉണ്ടായില്ല. പക്ഷെ ഇവിടെ വെച്ചത് ഇത്ര കേട്ടോ അല്ലേ? താട്ട വെച്ചിട്ടുണ്ടായി 2 മൂച്ചി. താട്ട വെച്ചതുണ്ടായി 2 മൂച്ചി. അത് താട്ടയിൽ വേലിയൊക്കെ കെട്ടി
വെയിലാവാത്ത രീതിക്കൊക്കെ വെച്ച് വെയിൽ തട്ടാത്ത രീതിക്ക് മറയൊക്കെ മറച്ച് നനച്ച് ഉഷാറ് ചെടിയായി. ഷവർമ്മയെ കൊണ്ട് എന്താണ് ഷവർമ്മ തിന്നണ്ട, കഴിക്കാൻ തോന്നുന്നു. ഷവർമ്മ തിന്നണമെന്ന് ഇവിടെ പറയും. എത്രങ്ങാനും ഷവർമ്മ ആണെന്നും നല്ല നടക്കും. ഇപ്പോൾ നിങ്ങൾ ചപ്പാത്തി കൊണ്ട് ഷവർമ്മ ഉണ്ടായിക്കോ. എന്താണ് അതപ്പോൾ നടക്കും. ചിക്കനും വേണ്ടേ? അപ്പം നമുക്ക് ചിക്കൻ വാങ്ങുമ്പോൾ ഷവർമ്മ ഉണ്ടാക്കാം. അതല്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഷവർമ്മയ്ക്ക് 80 രൂപയെ. എത്ര വാങ്ങിച്ചിട്ടാ? 5 10 വേണം. പൈസ എടുത്തി മിണ്ടാണ്ടിരുന്നു. 800 രൂപയെ ഷവർമ്മയ്ക്ക്. നല്ല നടക്കില്ലേ ഇപ്പോൾ? അവസാനം ബിരിയാണി. ജീവനും ഈശ്വരനും ജീവനും ഈശ്വരനും തമ്മിൽ യഥാർത്ഥത്തിൽ യാതൊരു ബന്ധവുമില്ല. നോക്ക് എന്തത്? കുരുമുളക് പാത്ര, കടുകും പാത്രമുണ്ട്, പരിപ്പും പാത്ര. ഞാനെന്താ നിരുത്ത് പറഞ്ഞത്? ചോറ് ഇതിലുണ്ട് മതി. വെള്ളച്ചോറ് വേണ്ടാന്നാ പറഞ്ഞത്. രാവിലെ വെള്ളച്ചോറ് അല്ലേ? ഉപ്പേരി വെക്കാന്. പ്രശ്നം ഒന്നുമില്ല കേട്ടാ. ഒന്നുമില്ലാത്തതാണ് ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം. അത് നല്ല പ്രശ്നമാണ്. എന്താ പറയണേ? ഇത് മനസ്സിലാവണേ ഇല്ലല്ലോ. എന്താ പൊന്നോ, കട്ടൻ ചായ നല്ലതാ, കറക്കും കേട്ടോ. പൊട്ടിച്ച് എന്താടാ വേണ്ട വേണ്ട? ഓ എന്റെ കുട്ടിയുണ്ട്. ഇവിടെ എപ്പോഴും സ്രാവ് വാങ്ങുവോ ചോദിക്കാം. ട്രൗസർ അയക്കരുത്. കമന്റ് കൂടെ ഇടയ്ക്കിടക്ക് വീഡിയോയില് ഉണക്കമീൻ ഇഷ്ടപ്പെട്ട മീൻ ഒന്ന് സ്രാവ്, ഒന്ന് മാന്തല്. സ്രാവ് വാങ്ങുമ്പോ 60 രൂപ. നമ്മള് ആകെ ഒരു ഇഷ്ടം മുള്ളമീനും മാന്തളും സ്രാവേ ഉള്ളൂ കേട്ടോ. എന്താണ്ട് ഇവിടെ അതിന് മീൻ കൊണ്ടുവന്ന് കഴിഞ്ഞല്ലേ ഓരോ കഷ്ണം കൂട്ടിയിട്ട് കഴിക്കുന്നതാ. നിങ്ങള് വീഡിയോയില് കണ്ടേക്കണോന്ന് എനിക്ക് അറിയില്ല. അതാ കണ്ടോ, ഇത് രാത്രിക്കും കൂടി ഉള്ളത്. ഇതൊക്കെ ഇത്ര തന്നെ വേണ്ടു. ഒരു വായക്ക് കഴിക്കാൻ ഒരു തുണ്ടല്ലേ വേണ്ടു. ഒരു പ്ലേറ്റ് തന്നെ 3 കഷ്ണം പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് നക്ക് അടിപൊളിയായിട്ട് ഊണ് കഴിക്കാം. അല്ലാണ്ട് ഒറ്റ ചട്ടി കൊണ്ടൊന്നും വേണ്ട. ചിക്കൻ കഴിക്കുമ്പോൾ ഉണക്കമീൻ കഴിക്കല്ലെങ്കിൽ ചിക്കനൊക്കെ പറഞ്ഞ വെച്ചാൽ ഞങ്ങളില്ലേ ചില്ലിയാണ് പറഞ്ഞ വെച്ചാലാണ് അല്ലേ എല്ലാവർക്കും ശൂന്യം വേണ്ട. കറിയാണ് പറഞ്ഞ വെച്ചാൽ 1 2 കഷ്ണമൊക്കെ തന്നെ 2 നേരത്തേക്ക് എത്തും. അതാ നോക്ക്. എന്താ പൂശ്? എന്ത് പൂശ്? എവിടെ പൂശിന്? എന്താ കുഞ്ഞത് പൂശാത്രേ? അപ്പൊ എന്താ നക്കല്? എന്താ മൈദപ്പൊടിയോ? സൗണ്ട് കുറഞ്ഞടി. ഇനി എന്തിനാ കുഞ്ഞ് 4ാമത്തെ സ്പൂണായിട്ടോ. അതിനും ഭേദം ചായ നേരെ അതിലേക്ക് ഒഴിക്കുക നല്ലത്. പിന്നെന്താ ഇത് മിക്സറല്ലടി. എന്താണ്ടോ അത് പൂളയുടെ എന്തോ സംഭവമാണ്. നൂലപ്പം ഉണക്കിയതോ? നദരസം. നിങ്ങൾക്ക് ഏത് പറ്റില്ല. അല്ല അപ്പൊ ഇത് ഞാന് ചക്കവത്തലാന്ന് വിചാരിച്ചു. അതല്ല ഇപ്പൊ ഇത് ചോറിനുമ്പോ തിന്നാൻ പറ്റുന്ന സാധനേട്ടാ. ഉണ്ടാട്ടം പോലെ അല്ലേ? ചക്കവത്തലാണ് കണ്ട് മാറ്റിച്ചാണ്. അത് അവിടെ ഇരിക്കട്ടെ. കപ്പടേണതേ. കപ്പ അത് ശരി. കുട്ടികൾക്ക് ഇന്നലത്തെ മഴ എരിവൊക്കെ ഉണ്ടല്ലോ. നന്നായിട്ട് സുവിനെ നന്നായിട്ടുണ്ട്. ചോറിനുമ്പോ കഴിക്കാം. പക്ഷെ ഇത് കപ്പ അങ്ങനെ എടുത്ത് വറുത്തറക്കല്ല കേട്ടോ.
വേറെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. നാളെ ചെറുപയറും കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാം എരിവും കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾക്ക്. എത്ര കൂലിങ്ങണത് എന്താ കുഞ്ഞിനെന്താ പറയല് കുഞ്ഞിനെന്തൊരു പറയല് അച്ഛൻ അയ്യപ്പൻ വിളക്കിന് ചാടുന്ന പോലെ നീ ചാടുന്നത്. അച്ഛൻ എങ്ങനെ അച്ഛൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാണ്. അപ്പോഴേ നമ്മുടെ വിശേഷം നിർത്തുകയാണ് കേട്ടോ. ഇനി മീൻ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്, കുഞ്ഞൻ പരല്. അതൊരു 2 മണിക്കൂർ ഞങ്ങൾക്ക് ഇരുന്ന് പണിയെടുക്കാനുള്ളതുണ്ട് കേട്ടോ. പുഴമീൻ മഴ പെയ്യുമ്പോൾ ഇങ്ങനെ ആറ്റുമീൻ കയറുക എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ ഏട്ടാ? പുഴയില് അല്ല, അത് ആയിട്ടില്ല. പുഴയിൽ നിന്ന് ചൂണ്ടിട്ടിട്ടല്ല വലട്ടിട്ട് പിടിക്കില്ലേ, അങ്ങനത്തെ പുഴമീൻ കേട്ടോ. അത് നേരെ കണ്ടിട്ട് പുളി വെച്ചാൽ ഇവർക്ക് ഏട്ടനും അനിയനും ഇഷ്ടമാണ്. കുട്ടികൾക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ, എനിക്കും ഇഷ്ടമല്ല. എനിക്കും ഇഷ്ടമല്ലടി പുഴമീൻ. വറുത്താലും എന്താ കറി വെച്ചാലും ഇവർക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അത് മല്ലി മുളകൊക്കെ വറുത്തരച്ച് അങ്ങോട്ട് കറി വെച്ചിട്ട് ഇപ്പം 7:30 ആയിട്ടേ ഉള്ളൂ. മീൻ നേരേക്ക് കഴിയുമ്പോഴേക്കും ഒരു 9:30, കറി വെച്ച് കഴിയുമ്പോഴേക്കും ഒരു 10:30. അപ്പം 7:50 അപ്പം ഞാൻ പറഞ്ഞത് ഇനി 9:15. അപ്പോൾ നമ്മളിവിടെ വിശേഷം നിർത്തണം കേട്ടോ. ഇന്ന് കണ്ടോ, ഇന്ന് കുറച്ചു നേരം വർത്താനം പറഞ്ഞ് നിൽക്കുമ്പോൾ ഇവർ കുട്ടികളൊന്നും പഠിക്കാൻ ബുക്ക് എടുത്തിട്ടില്ല, ഒന്നും എടുത്തിട്ടില്ല. നമ്മുടെ പിന്നാലെ നടക്കുക. ഏട്ടന് വേഗം നിർത്താൻ ധൃതിയായിട്ടോ. അപ്പം നാളെ കാണാം.